ഹായ് ഹലോ നമസ്കാരം. ആധാർ ഉള്ളവർ നിർബന്ധമായും കണ്ടു തീർക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ ആധാർ വെറും പേപ്പർ കഷ്ണത്തിൻ്റെ ഉപയോഗം മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക, മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക. ആധാർ കാർഡ് എന്നത് ഏതൊരു പൗരൻ്റെയും വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. കേന്ദ്ര ഗവൺമെൻറ് അത് നിർബന്ധമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സിം എടുക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഒരു സ്ഥല കച്ചവടം നടത്തണമെങ്കിൽ പോലും ആധാർ കാർഡ് എന്നത് വളരെയധികം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ 2026 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ ഉറപ്പായും ഉപയോഗമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് 5 വയസ്സ് അതല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ആധാർ പുതുക്കുക. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ആധാർ 5 മുതൽ 6 വയസ്സിനുള്ളിൽ തന്നെ പുതുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് 15 വയസ്സിൽ പുതുക്കേണ്ട ആധാർ മാക്സിമം 16 വയസ്സിനുള്ളിൽ തന്നെ പുതുക്കാൻ ശ്രദ്ധിക്കുക. കാരണം 5 വയസ്സിന് മുൻപ് എടുത്ത ആധാറിൽ കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങളായ വിരലടയാളം, കണ്ണിൻ്റെ ആരിസ് തുടങ്ങിയവ നൽകിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രക്ഷിതാവിൻ്റെ വിരലായിരിക്കും ആ സമയത്ത് വെച്ചിട്ടുണ്ടാവുക. അത് മാറ്റി കുട്ടിയുടെ ബയോമെട്രിക് വിവരം നൽകുന്നത് 5 വയസ്സിന് ശേഷമാണ്. അതുപോലെ തന്നെയാണ് 15 വയസ്സിലും. 5 വയസ്സിൽ നമ്മൾ നൽകിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ പലതും പിന്നീട് അപ്ഡേഷൻ വന്നിട്ടുണ്ടാവാം. കുട്ടികളാകുമ്പോൾ പെട്ടെന്നുള്ള വളർച്ചയിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങളായ ഫോട്ടോ, ഫിംഗർ പ്രിൻ്റ് എല്ലാം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 15 വയസ്സായാൽ ഉടൻ തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ കൃത്യസമയത്ത് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ക്യാഷ് ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തരത്തിൽ നിങ്ങളോട് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയായ അക്ഷയ സെൻറ്ററിലോ മറ്റോ നിങ്ങളുടെ പണം ആവശ്യപ്പെട്ടാൽ നൽകേണ്ടതുമില്ല. കൃത്യമായ ഇടവേളകളിലുള്ള ഈ മാൻഡേറ്ററി ബയോമെട്രിക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ റേഷൻ കടകളിലും മറ്റും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ. അതായത് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞോ എങ്കിൽ നിർബന്ധമായും ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. 10 വർഷം തികഞ്ഞോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് വഴി വന്ന ആധാർ കാർഡിൻ്റെ സൈഡിൽ ആധാർ എന്നാണോ എടുത്തത് ആ ഡേറ്റ് കാണും. ഈ ഡേറ്റ് വെച്ച് നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാറിൽ അഡ്രസ്സ് തെളിയിക്കുന്നതിനും അതേപോലെ പേര് തെളിയിക്കുന്നുള്ള രേഖയുമായി ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിലോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം 10 വർഷത്തിനുള്ളിൽ നമ്മുടെ അഡ്രസ്സ് മാറ്റം വരാം, അതുപോലെ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ രേഖകൾ വെച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും 10 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ പുതുക്കുക. ഇനി നിങ്ങൾക്ക് സംശയമാണ് 10 വർഷം തികഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങളുടെ ആധാർ കാർഡിലാണെങ്കിൽ ആ ഡേറ്റുമില്ല എങ്കിൽ നിങ്ങൾ മടിക്കേണ്ടതില്ല. നിങ്ങൾ 10 വർഷത്തെ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്തോളൂ. ഇത് ഓൺലൈൻ വഴി നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ക്യാഷൊന്നും ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിലോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലോ ചെന്ന് നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യുമ്പോൾ 75 രൂപ അവർ ഫീസായി ഈടാക്കുന്നതാണ്. ഇത്തരത്തിൽ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്താൽ ശരാശരി 5 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ റെഡിയാകുന്നതാണ്. എന്നാൽ ആധാറിൻ്റെ ചില കേസുകളിൽ അത് 3 മാസം വരെ പിടിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ്. മുൻപ് നിങ്ങൾ പഴയ സിമ്മാണ് ഉപയോഗിച്ചത്, ഇപ്പോൾ പുതിയ സിം എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ആധാറുമായി ഉടൻ തന്നെ ലിങ്ക് ചെയ്യേണ്ടതാണ്. ആധാറും ഫോൺ നമ്പറും ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. സിം എടുക്കൽ, അതുപോലെ പല സേവനങ്ങളും, പാൻ കാർഡ് അടക്കമുള്ള, അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും OTP, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള പല സ്ഥലത്തും OTP ആവശ്യമുള്ളതിനാൽ നിങ്ങളുടെ പല സേവനങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ അതല്ലെങ്കിൽ ഓൺലൈൻ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ നിങ്ങൾ ബന്ധപ്പെടുക. മൊബൈൽ നമ്പറും ആധാർ ലിങ്ക് ചെയ്യാൻ നൽകിയാൽ 24 മണിക്കൂർ മുതൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധാരണയായി ഫോൺ നമ്പർ ലിങ്ക് ആവുന്നതാണ്. എന്നാൽ ചില കേസുകളിൽ 3 മാസം വരെ പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് ചെയ്യാം എന്ന് മാറ്റിവെക്കാതെ ഉടൻ തന്നെ ചെയ്യുക. ഇതിന് 75 രൂപയാണ് ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിൽ നിന്ന് ഈടാക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് SIR പോലെയുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിലുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമാണ്. അതായത് നമ്മുടെ മറ്റു രേഖയുമായി ഒത്തുനോക്കുമ്പോൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ 2 പ്രാവശ്യം വരെയും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയവ 1 പ്രാവശ്യവും, അഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം തിരുത്താവുന്നതാണ്. അഡ്രസ്സ് തിരുത്തുന്നതിന് ഓൺലൈൻ വഴി സൗകര്യമുണ്ടായിരിക്കും. എന്നാൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയവ തിരുത്തുന്നതിന് നേരിട്ട് ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിൽ പോകേണ്ടതാണ്. ഇതിനും 75 രൂപ ഈടാക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴി ചെയ്യുമ്പോഴും 75 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ആധാറിലുള്ള ബയോമെട്രിക് വിവരങ്ങളായ ഫോട്ടോ, ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് തുടങ്ങിയവ ഒരു 10 വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആധാറിലുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും എപ്പോഴും ലൈവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്നതിന് 125 രൂപയാണ് ഫീസ് ഈടാക്കുക. സാധാരണഗതിയിൽ ഒരാഴ്ച മുതൽ 15 ദിവസം കൊണ്ട് റെഡിയാവുന്നതാണ്. എന്നാൽ ചില കേസുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 മുതൽ 6 മാസം വരെ പിടിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ കേടുവരികയോ ചെയ്താൽ PVC ആധാർ കാർഡ് എന്ന ഓപ്ഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെറും 75 രൂപ മാത്രം ഫീസ് അടച്ച് PVC കാർഡിന് ഓർഡർ കൊടുത്താൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി കാർഡ് എത്തുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ അതല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലുള്ള മറുപടിക്കും അതുപോലെ ഓൺലൈനിൽ എന്തെങ്കിലും സർവീസ് ചെയ്തു തരേണ്ട ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ മെമ്പർഷിപ്പ് എടുത്താൽ നമ്മൾ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും അതുപോലെ വാട്സപ്പിലും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z Info Guide എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.